കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിലേക്ക് വന്നാൽ അവിടെ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം അംഗീകരിക്കാതെ ഒരു തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നിലപാട്. നീറ്റ് വിഷയത്തിലടക്കമുള്ള ചർച്ചകൾ ആകാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോഴും രാജി ആദ്യം വേണം, അതിനുശേഷം ചർച്ച എന്ന് പ്രതിപക്ഷവും നിലപാടെടുത്തു. അങ്ങനെ ഒരു രാഷ്ട്രീയ വിജയം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ടായിരിക്കുകയാണ്. പ്രതിപക്ഷം ഉയർത്തിയ ആ രാഷ്ട്രീയ നിലപാടിന്റെ വിജയം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നപ്പോൾ CJPയുടെ മുന്നേറ്റത്തിന്റെ വിജയം, പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ വിജയം, BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടി. കഴിഞ്ഞ 13 വർഷത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് ഈ രാജിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കർഷക സമരത്തിൽ നമുക്കറിയാം 3 കാർഷിക നിയമങ്ങൾക്കെതിരെയാണ് 1 വർഷത്തിലധികം നീണ്ട സമരം കർഷകർ ദില്ലി അതിർത്തിയിലെ സിംഗുവിൽ നടത്തിയത്. അന്ന് ആദ്യമൊക്കെ ആ സമരത്തെ സർക്കാർ അവഗണിച്ചു. പക്ഷേ രാഷ്ട്രീയമായി അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് 3 കാർഷിക നിയമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. അത് വലിയ പ്രഹരമായിരുന്നു. അതിനുശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്ന 14 വർഷത്തിനു ശേഷമുള്ള ആദ്യത്തെ പ്രഹരമാണ്. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ ആദ്യം പ്രഖ്യാപിച്ചത് മന്ത്രിമാർ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റിസൈൻ ചെയ്യുന്ന പതിവ് ഞങ്ങൾക്കില്ല എന്നതാണ്. 2014 മുതൽ 2026 വരെ 12 വർഷക്കാലം BJPയുടെ മന്ത്രിസഭയിലെ ഒരാളും ഒരാരോപണത്തിന്റെ പേരിൽ പുറത്തു പോയിട്ടില്ല. അങ്ങനെ പുറത്തു പോകാൻ BJPയോ മോദിയോ അനുവദിച്ചിട്ടില്ല. അവിടെയാണ് പാറ്റപ്പടയുടെ ശക്തിയിൽ, ഇന്ത്യയിലെ യുവജനതയുടെ ശക്തിയിൽ അവരുടെ പ്രതിഷേധത്തിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇതാ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വളരെ പ്രധാനപ്പെട്ട BJPയുടെ RSS കേഡറിന്റെ പ്രധാനപ്പെട്ട നേതാവ് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകർ അറിയുന്നത്. ഈ നാഷണൽ എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നു. അങ്ങനെ പാർട്ടികളുടെ കരുത്തിൽ ഞെട്ടിവിറച്ച മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട നേതാവ് ധർമ്മേന്ദ്ര പ്രധാൻ ഇതാ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് 3:30 അല്പസമയത്തിനുള്ളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി വെച്ചിരുന്ന ചർച്ച, ആ ചർച്ചയ്ക്ക് മുമ്പ് CJP നിലപാട് കടുപ്പിച്ചു. ബീഹാറിൽ, അലഹാബാദിൽ, ഒപ്പം തന്നെ ഡൽഹിയിൽ, ജന്തർ മന്ദറിലൊക്കെ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചിരിക്കുന്നത്. പിയാസുനിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് ഇനി ധർമ്മേന്ദ്ര പ്രധാനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വകുപ്പ് മാറ്റം സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു ഉടനൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള വലിയ രാഷ്ട്രീയ വികാരം ശക്തമാണ്, യുവാക്കളുടെ വികാരം ശക്തമാണ്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക് മാറ്റിക്കൊണ്ടൊരു തീരുമാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് പുതിയ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് കാരണമാകും എന്നതുകൊണ്ട് തന്നെ ഏതായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടായിരിക്കുന്നു എന്നതാണ്